ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം അയൽ സംസ്ഥാനങ്ങളിലേക്കും പടരുകയാണ്. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലാണ് സമാനമായ പ്രശ്നം പുകയുന്നത്. തെലുങ്ക് സിനിമയിലെ WCC എന്ന് വിളിക്കാവുന്ന സംഘടനയാണ് ദി വോയിസ് ഓഫ് വിമൻ. മീറ്റു മുന്നേറ്റം നടന്ന സന്ദർഭത്തിലായിരുന്നു ഹൈദരാബാദിൽ നടിമാരും സിനിമാ രംഗത്ത് ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ത്രീകളും ചേർന്ന് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. 2018 ഒരു തെലുങ്ക് നടിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമം വനിതാ സിനിമാ പ്രവർത്തകർക്കുള്ളിൽ തീയായി എരിഞ്ഞിട്ടുണ്ട്. പല നടിമാരും അതിശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നു. തെലുങ്ക് സിനിമാ താരങ്ങൾക്കു നേരെ സിനിമയിലെ വനിതാ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നില്ല. തെലുങ്കിലെ അമ്മയായ മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അഥവാ മാ ഈ പ്രശ്നങ്ങളിലൊന്നും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നടിമാർ പരാതി പറഞ്ഞു. തെലുങ്കുവിലെ പ്രമുഖ നടിയായ ശ്രീറെഡ്ഡി ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് മുന്നിൽ തുണിയിരിഞ്ഞ് പ്രതിഷേധിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നന്ദിനി റെഡ്ഡി, സാമന്ത റെഡ്ഡി, ഝാൻസി, ലക്ഷ്മി മാഞ്ചു തുടങ്ങിയ നടിമാരും ചിന്മയി, ശ്രീപദ, കൗസല്യ തുടങ്ങിയ ഗായകരും സുമ കനകാലയെ പോലുള്ള അവതാരകരുമെല്ലാം വോയിസ് ഓഫ് വിമൻ മുന്നേറ്റത്തിന്റെ ഭാഗമായി. വനിതാ സിനിമാ പ്രവർത്തകരുടെ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തെലങ്കാനയിലെ അന്നത്തെ ചന്ദ്രശേഖര റാവു സർക്കാർ പ്രശ്നം പഠിക്കാൻ ഉന്നത സമിതിയെ വെച്ചത്. ഈ ഉപസമിതിയാണ് അനൌദ്യോഗികമായി അറിയപ്പെടുന്നത് വോയിസ് ഓഫ് വിമൻ ഉപസമിതി റിപ്പോർട്ട് എന്നാണ്. വോയിസ് ഓഫ് വിമന്റെ ഇടപെടലിലൂടെ നിലവിൽ വന്ന സമിതി എന്ന അർത്ഥത്തിലാണ്. 2022 ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അത് റാവു സർക്കാർ മൂടിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരും റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം പ്രതികരിച്ച സംഘടനകളിലൊന്നായിരുന്നു വോയിസ് ഓഫ് വിമൻ. അവർ കേരള സർക്കാരിൻ്റെ നീക്കത്തെ സ്വാഗതം ചെയ്തു. കേരള സർക്കാരിൻ്റെ മാതൃക പിന്തുടർന്ന് തെലങ്കാന സർക്കാരും ഉപസമിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വോയിസ് ഓഫ് വിമന്റെ ആവശ്യം. ഏറ്റവും ഒടുവിൽ തെലുങ്കു സിനിമയിലെ പ്രമുഖ നടിയായ സാമന്തയും സബ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലിടം സൃഷ്ടിക്കാൻ സഹായകമാവുന്ന സബ് കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്ന് സാമന്ത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. WCC നടത്തിയ മുന്നേറ്റത്തെ പ്രശംസിച്ച് സാമന്ത നേരത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടിരുന്നു. ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് ആരോപണങ്ങൾ ഉയരുന്ന ഇൻഡസ്ട്രിയിലാണ് തെലുങ്ക് സിനിമയുടേത്. അടുത്തിടെ പാട്ടുകാരിയായ പ്രാണവി ആചാര്യ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു. അതേസമയം തെലങ്കാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കനത്ത നിശബ്ദതയാണ് ഈ വിഷയത്തിലുള്ളത്. ഇതുവരെ ആരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല.